കോൺച്ചിവ നമസ്കാരം. എല്ലാവർക്കും മല്ലു ജപ്പാൻ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ചെറിയൊരു ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യോട്ടോ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യോട്ടോ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഴയ സ്ഥലത്തേക്ക് നാളെ പോകുന്നുണ്ട് കേട്ടോ. നാളെ പണി കഴിഞ്ഞിട്ട് നൈറ്റ് ബസ്സിന് പഴയ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ചില്ലറ കാര്യങ്ങളൊക്കെ. അതുപോലെ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടായിരുന്നു ജാപ്പനീസ് മുത്തച്ഛനെ കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നാളെ പോവുകയാണെങ്കിൽ എന്തായാലും നാളെ പോയാൽ നാളത്തെ കഴിഞ്ഞ് രാവിലെയാണ് അവിടെ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും മുത്തച്ഛനെ കാണാൻ നോക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ നല്ല കാറ്റാണ് ഇവിടെ. അതുപോലെ മഴയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മൂടി കിടക്കുവാണ്. രാവിലെ പോകാൻ നേരത്തെ എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സൗണ്ടൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ക്യോട്ടോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നൈറ്റ് ബസ് ബുക്ക് ചെയ്യണം ഷിൻജുക്കുവിന് പോകാനുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഗോൾഡൻ വീക്ക് തുടങ്ങി, എന്നാലും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നും അവധിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു. ഇവിടെ ഒന്ന് റെസ്റ്റ് റൂമിൽ കയറിയിട്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ പബ്ലിക് പ്ലേസിലെ കാര്യങ്ങൾ നിങ്ങളൊക്കെയാണ് വൃത്തിയാക്കുന്നത്, നല്ല വൃത്തിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ സാധനങ്ങളൊന്നും ഇടാൻ തോന്നില്ല കേട്ടോ. അത് വേറെ കാര്യം. നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ കയ്യിലൊരു പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇടാൻ അതങ്ങനെ തോന്നില്ല. പിന്നെ അത് കയ്യിൽ വെക്കും. പിന്നെ കൺവീനിയൻസ് സ്റ്റോറൊക്കെ കാണുമ്പോൾ അവിടെ കൊണ്ടിടും. പിന്നെ പോക്കറ്റിലോ ബാഗിൻ്റെ കള്ളിയിലൊക്കെ അങ്ങനെ ആയിരിക്കും ഇടുന്നത്. അങ്ങനെയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പം താമസിക്കുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ സ്റ്റേഷനിലൊക്കെ പോയാലും ഇതുപോലെ മലനിരകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ട്രെയിൻ കാത്തു നിന്നു. ആദ്യം തന്നെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിന്നു. ട്രെയിൻ വന്നു. ഇവിടുത്തെ ട്രെയിനും ഉണ്ട് കേട്ടോ ചില പ്രത്യേകതകളൊക്കെ. നമ്മുടെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ പോലെ JR എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പച്ച പച്ച കളറാണ് അവർക്ക്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഇത് വ്യത്യാസമുണ്ട്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിരിക്കുന്ന ഈ ട്രെയിന് ചില പ്രത്യേകതകളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ, പഴയ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നേരത്തെ താമസിച്ചുകൊണ്ട സ്ഥലത്തെന്ന് പറഞ്ഞാൽ 4 വർഷം ഒരേ കാഴ്ചകളല്ലായിരുന്നു ട്രെയിനിൽ പോകുമ്പോൾ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറേ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെയും കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോവാണ്. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ക്യോട്ടോ സ്റ്റേഷനിലെത്തും. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് പെട്ടെന്ന് കഴിഞ്ഞും പോയി. ക്യോട്ടോ സ്റ്റേഷനിലെത്തി. അപ്പം അന്ന് വന്ന സമയത്ത് കുറേ ലഗേജും കാര്യങ്ങളുമായിട്ട് ഓടിപ്പിടിച്ച് വന്നതല്ലാതെ ശരിക്കും ക്യോട്ടോ സ്റ്റേഷനൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ക്യോട്ടോ സ്റ്റേഷൻ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ചെന്ന് നമ്മൾ ഇറങ്ങുന്നത് 7ൻ്റെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ. ഞാൻ പോകുന്ന എല്ലായിടത്തും കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന എല്ലായിടത്തും കൺവീനിയൻസ് സ്റ്റോർ ഉള്ളതാണോ അതോ കൺവീനിയൻസ് സ്റ്റോർ ഉള്ളിടത്തേക്ക് ഞാൻ പോകുന്നതാണോ എന്ന് ഡൗട്ട് വരും. അതുപോലെയാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും ഉണ്ട്. പക്ഷേ ഈ 7 ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ ഉദ്ദേശമുള്ള ഒരു 7 ആണെന്ന് തോന്നുന്നു. കാരണം കൂടുതലും ഇങ്ങനെ ഗിഫ്റ്റ് അങ്ങനത്തെ കുറേ അവരുടെ സ്വീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ സ്റ്റേഷൻ്റെ ഉള്ളിലായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ടൂറിസ്റ്റുകളെ മെയിൻ ഇതാക്കിയിട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. 7 കണ്ടിട്ട് കയറാതെ പോയ മോശമല്ലേ. അപ്പോൾ അങ്ങനെ കയറി കണ്ടു. പിന്നെ ഇവിടെ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാലും ദൂരെ മലനിരകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഇപ്പോൾ വന്നതിൻ്റെ ഒരു പുതുമയാണ് ഈ നോക്കി നിൽക്കലും കാര്യങ്ങളൊക്കെ. ഇനി കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യമല്ലാതെ ആവുമായിരിക്കും. പൊതുവെ മനുഷ്യർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശം കണ്ടുപിടിക്കണം കേട്ടോ. വലിയ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ ടോക്കിയോനേക്കാളും ഒക്കെ വലിയ വലിപ്പം കൊണ്ട്, തിരക്ക് കൊണ്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. തിരക്കൊണ്ട് ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതും അവിടുത്തെ തിരക്കേറിയ സ്റ്റേഷനാണ്. പിന്നെ ഫ്രണ്ട് വശം കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു ഉച്ച സമയമാണെങ്കിലും, ഒരു മൺഡേ ആണ്, വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബസ് ടിക്കറ്റ് എടുക്കണം നമുക്ക് ആദ്യമേ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ഒരു ബോർഡ് കണ്ടു. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ക്യോട്ടോ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം. അങ്ങനെ അത് നോക്കി പോയപ്പോഴേക്കും ഫ്രണ്ട് വശം കണ്ടുപിടിച്ചു. മുകളിലേക്കൊക്കെ നോക്കി എന്തൊരു ഹൈറ്റാണ്. ഭയങ്കര വിസ്താരമാണ് കേട്ടോ ക്യോട്ടോ സ്റ്റേഷന്. നമ്മുടെ ടോക്കിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വിസ്താരമാണ്, നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് നോക്കി അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ 1-2 വീഡിയോസ് അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ആദ്യം വീഡിയോ ഇട്ടില്ല ഇങ്ങോട്ട് വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ നേരെ ബസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വേറെ അധികം പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കണം, അത് കാണിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ വന്നിറങ്ങിയ ആ ബസ് സ്റ്റോപ്പൊക്കെ കാണാം കേട്ടോ. നേരെ അങ്ങോട്ട് നോക്കുമ്പം അവിടെയാണ് നമ്മൾ വന്നിറങ്ങിയത്. പിന്നെ നമ്മുടെ ക്യോട്ടോ ടവർ അന്ന് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് കാണുന്നത്. ക്യോട്ടോ ടവർ ഇത്രയും അടുത്തായിരുന്നു അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കണ്ടൻറ്റാണ്, ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ബസ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കാണാം. അങ്ങോട്ട് നമ്മൾ നേരെ പോവാണ്.
അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് എന്തോ 5000 ജാപ്പനീസ് എന്നൊക്കെയാണ് ആയത്. അപ്പോൾ എന്തായാലും റേറ്റ് കൂടുതലാണോ അല്ലയോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ കയറി ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ അടുത്ത ദിവസങ്ങളിലെ റേറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 പേജിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 6000 സംതിങ് ആയിരുന്നു കേട്ടോ വൺ വേ. അപ്പം ഞാനത് ടിക്കറ്റ് എടുത്തു. പിന്നെ നൈറ്റാണ് പോകുന്നത്, 10:30ക്കാണ് ബസ്. അപ്പോൾ 10:20 ആകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തണം കേട്ടോ. അപ്പോൾ 10,000 ജാപ്പനീസ് യെൻ കൊടുത്തു, ബാലൻസും കാര്യങ്ങളൊക്കെ തന്നു, ടിക്കറ്റ് എടുത്തു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാമെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ നേരിട്ട് പോയി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമുക്ക് ജസ്റ്റ് 10 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരികയും ചെയ്യാം, അതൊരു ചേഞ്ച് ആവുമെന്ന് വിചാരിച്ചു. എന്നും വീട്ടിലും കുക്കിങ്ങും കാര്യങ്ങളും അതുപോലെ വർക്ക് സൈറ്റിലെ കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങളെ കാണിക്കുന്നത്. എനിക്ക് ട്രാവൽ വ്ളോഗൊക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല, ഭയങ്കര ബിസിയായി പോവാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ക്യോട്ടോ ടവർ. ഞാൻ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ആലോചിച്ചു കേട്ടോ, ക്യോട്ടോ ടവർ കാണിക്കുന്നൊരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം ടോക്കിയോയിലും ഉണ്ട് ടവർ, ടോക്കിയോ ടവർ നമ്മളിതുവരെ കാണിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു, എന്നെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ റേറ്റ് എത്രയാണെന്ന് നോക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കാണുവാണ് കേട്ടോ. അപ്പോൾ അവർ എന്തോ ടാക്സുമായിട്ടുള്ള റിലേറ്റ് ചെയ്തുള്ളൊരു പ്രശ്നമാണ് ആ ക്യാമ്പയിനിങ്ങിൽ പറയുന്നത്. അപ്പം അങ്ങനെ ചെന്നു ക്യോട്ടോ ടവർ. അപ്പം അടിയിലിങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ഹാളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒബ്സർവേഷൻ ടിക്കറ്റ് എടുക്കാൻ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ നേരെ പോയി. അവിടെ ചെന്നപ്പോൾ 900 ജാപ്പനീസ് തന്നെ ഉള്ളൂ അവിടെ കയറി കാണാമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ എന്തായാലും കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ്. ടോക്കിയോയിലൊക്കെ ഇങ്ങനെ ടോക്കിയോ സ്കൈ ട്രീ, ടോക്കിയോ ടവറൊക്കെ ഉണ്ട്. ടോക്കിയോ സ്കൈ ട്രീ ഒക്കെ ആണെങ്കിൽ ഓരോരോ റേഞ്ചിൽ ഇങ്ങനെ നമുക്ക് ഹൈറ്റിലേക്ക് പോകുന്നതിന് കുറച്ച് റേറ്റ് കൂടുതലാണെന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വീഡിയോസൊക്കെ ഇടാമെന്ന്, പക്ഷേ ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ ഒത്തിരി ദൂരെ ആയിപ്പോയില്ലേ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ എലിവേറ്റർ കയറി നേരെ മുകളിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. ഏറ്റവും മുകളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം കോണിപ്പടി വഴി പോകാമെന്ന് തോന്നുന്നു. ഒന്നല്ല, ഒരു തവണ എങ്ങാണ്ട് ഒരു സ്റ്റെപ്പ് കോണിപ്പടി ഇറങ്ങാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പോവാണ്. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. ഈ കാണുന്ന കണ്ടോ, നമ്മുടെ ടോക്കിയോ അല്ല, ക്യോട്ടോ ടവർ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോരോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ടാണ് അവരിങ്ങനെ എലിവേറ്ററിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ, 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടവർ സന്ദർശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം പുതിയ സ്ഥലമൊക്കെ അല്ലേ, അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ നമ്മളായിട്ട് മിങ്കിൾ ചെയ്യുമെന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ടെൻഷനുണ്ട് പെട്ടെന്നൊരു പബ്ലിക് ആളുകളിലേക്കൊക്കെ പോകുമ്പോഴേ. അപ്പോൾ അങ്ങനെ ചെന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നല്ല നല്ല കാഴ്ചകളായിരുന്നു. നമുക്ക് ടെലിസ്കോപ്പൊന്നും നോക്കാൻ പോലും കിട്ടിയില്ല ആദ്യം, എല്ലാവരും അതിൻ്റെ ചുവട്ടിലായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി കുറേ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ക്യാമറയും കൊണ്ട് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരം കാണാമെന്നു, ഇനി ടൈം ലിമിറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി. ഇതാണ് പിന്നെ നമ്മുടെ ഇപ്പോൾ വന്ന സ്റ്റേഷനിലെ ക്യോട്ടോ സ്റ്റേഷൻ. ഇപ്പോൾ സ്റ്റേഷനൊക്കെ കണ്ടു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ, കുറേ അമ്പലങ്ങൾ, അതുപോലെ കുറേ സ്പോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ല ഈസി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയല്ലായിരുന്നു, അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ മലകളും പുഴകളില്ല, മരങ്ങളും ഒക്കെ കണ്ടു. പിന്നെ ഭയങ്കര നോയ്സി ആയിരുന്നു, ആൾക്കാർ കൂടുന്നല്ലാതെ കുറയുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ടെലിസ്കോപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ 1-2 കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ മലകളും അവിടെയൊക്കെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. ഓരോന്നൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ചുറ്റി നടന്നാണ് കേട്ടോ കാണുന്നത്. നമ്മളെല്ലാ കാഴ്ചകളും കാണണമല്ലോ. അപ്പോൾ അങ്ങനെ നടന്ന് കണ്ടു. പിന്നെ ജപ്പാനിൽ ക്യോത്തോയിലും ടോക്കിയോയിലും മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇങ്ങനെ ടവറുകളൊക്കെ ഉണ്ട്. ഓൾ ജപ്പാൻ ടവർ, സ്റ്റാമ്പ് റാലി എന്ന് എഴുതി വെച്ചേക്കണ കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. പല പല ടവറുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒമിക്കുജി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കണ്ടു. കുറേ എന്തൊക്കെയോ ആൾക്കാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം ട്രാൻസ്ലേറ്റ് ചെയ്തിങ്ങനെ നോക്കി. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. പിള്ളേർക്കും മുതിർന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ചും കൂടി പീസ്ഫുൾ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭയങ്കര നോയ്സി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയ ഒമിക്കുജിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചോട്ടിൽ ഞാൻ കുറച്ച് നേരമൊക്കെ പോയി നിന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. വന്നപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ നല്ല ആവിയെടുത്ത് നല്ലോണം വേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട കാഴ്ചകളൊക്കെ തന്നെ ഇങ്ങോട്ട് നോക്കി നിന്നു. പിന്നെ അവിടെ ഒരു അമ്പലം കണ്ടോ, അമ്പലമാണ്. അപ്പോൾ അതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കണം. ഞാൻ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മളിതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും വീഡിയോയ്ക്ക് നല്ല ലെങ്ത് കൂടും. അപ്പോൾ അമ്പലം കൂടി ഉൾക്കൊള്ളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കാറുകളൊക്കെ കണ്ടോ പോകുന്നത്, കാറുകളും വണ്ടികളൊക്കെ പോകുന്നതാണ്, നല്ല രസമാണ്. അങ്ങനെ അപ്പോൾ അതെല്ലാം കണ്ടിങ്ങനെ നടന്നു. പിന്നെ ബസ്സുകളൊക്കെ പോകുന്നതൊക്കെ കാണാമായിരുന്നു കേട്ടോ.
അതുപോലെ നമുക്ക് ആ ടെലസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ദൂരെയുള്ള കുറേ ആൾക്കാരെ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു തൊട്ടടുത്ത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പരിപാടികളൊക്കെ നോക്കി, പക്ഷേ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ ട്രെയിൻ വരുന്നത്, ട്രെയിൻ പോകുന്നത് അങ്ങനെയൊക്കെ എല്ലാം നോക്കി നിന്നു. അങ്ങനെ ഇവിടെ മലയാളി മുഖങ്ങൾ ആരെങ്കിലും കാണുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, ഇന്ത്യക്കാരൊക്കെ. അങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ശ്രീലങ്കൻസോ അങ്ങനെ വല്ലതും ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെയൊക്കെ കണ്ടു. അങ്ങനെ ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കണ്ടോ, അവിടെ ആ ഏരിയയിൽ നിന്നാണ് നമ്മൾ ബസ്സിന് പോകാൻ പോകുന്നത്. അതൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് പിന്നെ പിള്ളേർക്കൊക്കെ വരാൻ പറ്റി കണ്ടോ, കുറേ കാർട്ടൂണുകളും കാര്യങ്ങളൊക്കെ. നല്ലൊരു വൈബാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഷിങ്കാൻസനാണെന്ന് തോന്നുന്നു പോകുന്നത് കണ്ടോ, നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു. മാക്സിമം അവിടെ നിന്ന് നല്ല നല്ല കാഴ്ചകളൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള വിനോദം. അങ്ങനെ കണ്ടു കേട്ടോ. കണ്ട സ്ഥലങ്ങൾ തന്നെയാണ് പിന്നെയും കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ കാറുകളൊക്കെ പാർക്ക് ചെയ്തേക്കണം കണ്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു. ജപ്പാൻ്റെ ഒരു സിസ്റ്റം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കണ്ടു. 1964 കേട്ടോ നമ്മുടെ ക്യോട്ടോ ടവർ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അപ്പോൾ എന്തായാലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിങ്ങനെ ആധികാരികമായിട്ട് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ ബോറായിരിക്കും. അപ്പോൾ എന്തായാലും ടെലസ്കോപ്പിൽ കൂടെ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ ആ ഫോക്കസ് ആവുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ പ്ലാനിങ് ഒക്കെ നിർത്തി. പിന്നെ ഇവിടെ ഒരു സംഭവം കണ്ടു കേട്ടോ, കുറച്ച് മെഡലുകളൊക്കെ കണ്ടോ, വെള്ളി സ്വർണ്ണം മെഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ക്യോട്ടോ ടവറിൻ്റെ പടമുള്ള മെഡലുകളാണ്. അപ്പോൾ നമുക്ക് പൈസ ഇട്ടിട്ട് അത് എടുക്കാം. വെൻഡിങ് മെഷീൻ പോലെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൈസ ഇട്ടു ഞാനൊരു കോയിൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ തൊട്ടപ്പുറയായിട്ട് അവരെന്തോ ആ കോയിൻ വെച്ചിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ആദ്യം കോയിൻ എടുത്തപ്പോഴും എനിക്ക് കോയിൻ വന്ന സ്ഥലം കറക്റ്റ് പിടി കിട്ടിയില്ല കേട്ടോ. ഒന്നത് കയ്യിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നെ ഒരു ജാപ്പനീസ് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ കോയിനും എടുത്തു. ഒത്സുരി എന്ന് പറഞ്ഞാൽ ബാലൻസും എടുത്തു. അപ്പം ഇതാണ് നമ്മുടെ കോയിൻ കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ക്യോട്ടോ ടവറിൻ്റെ പടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു മെമ്മറി ആയിട്ട് ഇങ്ങനെ സൂക്ഷിക്കാമല്ലോ. നമ്മൾ സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. ചിലപ്പോൾ കീ ചെയിൻസ് ആയിരിക്കും, മെഡൽസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആ കോയിൻ വെച്ചിട്ട് തൊട്ടടുത്ത് നിന്ന് ആൾക്കാർ എന്തൊക്കെയോ അപ്പുറം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അകത്ത് നമുക്ക് പേര് എഴുതാം. അപ്പോൾ ഞാൻ എന്തായാലും 100 കൊടുത്തിട്ട് പേരും കൂടി എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു ഓർമ്മയല്ലേ, നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ മല്ലു ജപ്പാൻ ഡയറീസ് എന്നാണ് എഴുതാൻ പോകുന്നത്. വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് തെളിഞ്ഞു വന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി ഇത് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് അത് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്, എന്നാലാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതേ സൈഡിൽ കണ്ട ഒരു ഇത്, അപ്പോൾ അതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് നമ്മൾ എടുക്കും വേണം. എൻ്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു വിധത്തിലാണ് അതിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡയറീസ് എന്ന് എഴുതിയേക്കണം കണ്ടോ, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതിയതിലൊരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഈ കോണിപ്പടി ഇറങ്ങി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുള്ളല്ല മുകളിലേക്ക് വന്ന ലിഫ്റ്റിലല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു. പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ 1-2 ജാപ്പനീസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കണ്ടോ. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു ഫോട്ടോ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. എനിക്കൊന്നാ തംബ്നെയിലിന് ഇടാൻ ഫോട്ടോ ഇതുവരെ ഞാൻ എടുത്തില്ല, അത് വേണമായിരുന്നു. അപ്പം അവർ നല്ല അടിപൊളി ഫോട്ടോ എടുത്ത് തരും കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് പൈസ ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അപ്പോൾ ലൈനിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനെടുത്ത ഫോട്ടോ ഇതാണ്. അപ്പോൾ അങ്ങനെ ചുളിവിനൊരു ഫോട്ടോ കിട്ടി. അപ്പോൾ ആ ഫോട്ടോയാണ് നമ്മൾ തംബ്നെയിലിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരിങ്ങനെ പറഞ്ഞു 1 മാസത്തിനുള്ളിൽ നമ്മൾ ആ ലൈനിൽ നിന്ന് നമുക്ക് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണം. 1 മാസമാണ് അത്രയും കാലാവധി ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ മേടിച്ചു. ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു ഫോട്ടോ കിട്ടുന്നത്. അങ്ങനെ ഫോട്ടോയൊക്കെ മേടിച്ചു. ഇനി നേരെ ലിഫ്റ്റിൽ കയറി താഴത്തേക്ക് പോവുകയാണ്. എനിക്ക് എങ്ങനെയായാലും ലൈനിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ. അപ്പം ക്ലാരിറ്റി ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ആരുടെങ്കിലും ഫോണിലൊക്കെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് സെൻഡ് ചെയ്ത് തിരിച്ച് മേടിക്കുന്ന ഒരു സമാധാനം കാണില്ല. അപ്പോൾ അതുപോലെയായിരുന്നു. അപ്പോൾ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നമ്മൾ വന്ന സ്ഥലം കണ്ടോ, അവിടെ തന്നെ ഇറങ്ങി. ഇനി നേരത്തെ ഞാൻ പറഞ്ഞില്ല നല്ല അടിപൊളി ചിത്രങ്ങളൊക്കെ ഉള്ള ഒരു ലിഫ്റ്റ്, അപ്പോൾ അതിൽ കയറി താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റുകളൊന്നും അധികം അങ്ങനെ അവിടെ നോക്കിയിട്ട് എൻ്റെ കണ്ണിൽ പെട്ടില്ല, ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ നേരെ മക്ഡൊണാൾഡ്സിലേക്ക് പോയി. ഒരു പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ തത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ചീസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ചീസ് ചിക്കൻ തത്ത. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ജൂബാൻ 10ാം നമ്പറാണ് നമുക്ക് കിട്ടിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. എനിക്ക് ലൈനിൽ QR കോഡ് നോക്കിയിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് കിട്ടിയ ഫോട്ടോ.
അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കോളയാണ് കുടിച്ചത്. പിന്നെ ഞാൻ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ലാർജ് സൈസാണ് കേട്ടോ മേടിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. ഒരെണ്ണം കഴിച്ചാൽ മതി, നന്നായിട്ട് വയറ് നിറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്പെഷ്യൽ ഐറ്റം, ചിക്കൻ തത്ത, ചീസ് ചിക്കൻ തത്ത. അപ്പോൾ അത് കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസും ഷടപടയെന്നങ്ങ് കഴിച്ച് തീർത്തു. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എഡിറ്റ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് എഡിറ്റും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം നാളെ പണിയുണ്ടല്ലോ. അപ്പം ഡിലേ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കഴിച്ചു. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, നന്നായിട്ട് വയറൊക്കെ നിറയും. അങ്ങനെ അതെല്ലാം കഴിച്ചു. നല്ല തിരക്കുള്ളൊരു മക്ഡൊണാൾഡ്സ് ആയിരുന്നു കേട്ടോ. ക്യോത്തോയിൽ വന്നിട്ട് ആദ്യമാണ് മക്ഡൊണാൾഡ്സിൽ പോകുന്നത്. ആദ്യമല്ല, നമ്മൾ ആ ജോലി ദിവസം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഓരം പറ്റി ചേർന്ന് അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ക്യോത്തോ സ്റ്റേഷൻ. അവിടെ നിന്ന് അധികം ദൂരമൊന്നും പോയില്ല കേട്ടോ, എല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നു. പിന്നെ ഇനി നമ്മൾ ബസ്സിന് പോകാനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് ബസ്സിന് ഷിഞ്ചുക്കുവിന് പോകാനായിട്ട് കയറുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ക്യോത്തോ ടവർ ഒന്നും കൂടി കണ്ടു. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പം ക്യോത്തോ ടവർ കണ്ട ഒരു സന്തോഷത്തിൽ, അപ്പം മഴയ്ക്ക് ഇനിയും നല്ല മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ നമ്മൾ നേരെ പോയി നമ്മൾ ബസ് കയറി പോകാനുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചു. ഇവിടെയാണ് കേട്ടോ നമ്മൾ വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ നൈറ്റ് വന്നം 10:20 ആകുമ്പോഴത്തേക്കും വന്നം, 10:30ക്കാണ് ബസ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരെ പോവാണ്. അങ്ങനെ പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു പെർഫോമൻസ് നടക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. പക്ഷേ അവർ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഇത് നമ്മുടെ ക്യോത്തോ സ്റ്റേഷൻ. ഇപ്പോൾ തിരക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും സമയം കളയാനുമില്ല, പെട്ടെന്ന് തിരിച്ച് പോകണം. മഴയല്ല, അപ്പോൾ ഞാൻ കുട എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടാതെ മുട്ടാതെ നടക്കാൻ പോലും പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു കണ്ടോ ആൾക്കാർ തന്നെ. അപ്പോൾ അങ്ങനെ നേരെ കയറി പോവാണ്. നമ്മൾ ഇനി നരാന്ന് പറഞ്ഞ ലൈനിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ ലൈനിലൂടെ പോകണം. അപ്പോൾ 1-2 നല്ല ടീഷർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കയറിയതാണ് കേട്ടോ ഇവിടെ. അങ്ങനെ കയറി നോക്കി. അപ്പോൾ ഇവിടെ ജപ്പാൻകാരുടെ മെഴുകുതിരി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വ്ളോഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പോകാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ചു. അവർ നല്ല രീതിയിൽ മിണ്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ നമ്മൾ പോകുന്ന ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലത്തേക്കാണ്. അവിടെ പോയിട്ട് ടോക്കിയോ അല്ല ക്യോത്തോയിൽ മെയിനായിട്ട് എന്താ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നു. അവിടുന്ന് കുറേ ബ്രൗഷറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ, ഫ്രീ ആയിട്ട്. അപ്പോൾ അവരോട് ചോദിക്കാം. പിന്നെ ഒരു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മുടെ ജില്ലയിലെ മുളങ്കാടുകളൊക്കെ ഇല്ല, അങ്ങനത്തെ കുറേ ഇതൊക്കെ കണ്ടു. മെയിനായിട്ടുള്ള കുറേ മാർക്കറ്റുകൾ, അങ്ങനത്തെ കുറേ സ്പോട്ടുകളൊക്കെ അവിടെ നിന്ന് പറ്റാവുന്നത്രയും ബ്രൗഷേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇംഗ്ലീഷിലുള്ളതൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ അവരോട് ചോദിച്ചു. ചിലതൊന്നും ഇംഗ്ലീഷിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ നമുക്ക് ഈസി അല്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം വീട്ടിലേക്ക് നേരെ പോകാൻ തുടങ്ങുകയാണ്. വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ വീഡിയോ ഇടണം. ഷോർട്ട് ഡെയിലി നമ്മൾ ഇടുന്നുണ്ടല്ലോ, അതുപോലെ വ്ളോഗും. അപ്പോൾ ഇതിന് ഇച്ചിരി ലെങ്ത് കൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ നമ്മുടെ കണ്ടോ ജില്ലയിലെ ആ പാട്ടിലുള്ള നമ്മുടെ മുളങ്കാടുകൾ, അതാണെന്ന് തോന്നുന്നു, അതൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ നേരെ പോവുകയാണ്. ഇനിയിപ്പോൾ അധികം നേരം നിന്നാലും ട്രെയിനിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. വൈകുന്നേരം സമയമൊക്കെ ആയാലും ഇനിയിപ്പോൾ ജോലി കഴിഞ്ഞ് പോകുന്നവരും അങ്ങനെ സ്കൂൾ കുട്ടികളും അങ്ങനെ എല്ലാവരും കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും ഒത്തിരി നേരം തങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ നമ്മൾ കയറി. ഇനിയിപ്പോൾ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ 1-2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും തിരക്ക് നന്നായിട്ട് കുറഞ്ഞു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ കാലം കൂടിയാണ് ട്രാവൽ വ്ളോഗൊക്കെ ഇടുന്നത്. അതുപോലെ ലെങ്ത് കൂട്ടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ലെങ്തും കൂട്ടാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.